ഉമരിയ പബ്ലിക് സ്കൂളിലെ 24ാമത് ആനുവൽ ഡേ വൈബ്സ് 2K25 വർണ്ണാഭമായി. വള്ളിവട്ടം ഉമരിയ പബ്ലിക് സ്കൂളിന്റെ 24ാമത് ആനുവൽ ഡേ വൈബ്സ് 2K25 ആഘോഷവും UNSDGS ഗ്ലോബൽ സ്കൂൾ മെമ്പർഷിപ്പ് പ്രോഗ്രാമിന്റെ പ്രഖ്യാപനവും ഫാപ്പ് ഇന്ത്യ ബെസ്റ്റ് സ്കൂൾ അവാർഡ് ആഘോഷവും പ്രശസ്ത സാഹിത്യകാരൻ പി സുരേന്ദ്രൻ നിർവഹിച്ചു. രക്ഷിതാക്കളുടെ സന്തോഷമാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്നത്, പ്രത്യേകിച്ച് അമ്മമാരുടെ. ഗൾഫ് രാജ്യങ്ങളിലോ മറ്റൊക്കെ രാജ്യങ്ങളിലൊക്കെ വിദൂര ദേശങ്ങളിൽ പോയി പണിയെടുത്ത് കുടുംബം പോറ്റുന്ന രക്ഷിതാക്കൾ, അവര് കുട്ടികളുടെ മികച്ചൊരു കരിയർ അവർക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് അവർ ഇത്രയേറെ സഹിക്കുന്നത് എന്ന് കൂടി മനസ്സിലാക്കണം. അതുകൂടി കുട്ടികൾ പരിഗണിക്കുകയും വേണം. നിങ്ങളൊരു സമ്മാനം നേടുമ്പോൾ നിങ്ങളുടെ അച്ഛനമ്മമാർക്കുണ്ടാകുന്ന മാതാപിതാക്കൾക്കുണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷമാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. പ്രവാചകന്റെ വചനമുണ്ട്, സ്വർഗം എവിടെയാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് മാതാവിൻ്റെ കാൽക്കീഴിലാണ് സ്വർഗം എന്ന ആ ഒരു കാഴ്ചപ്പാട് അത്ര വലിയ തോതിൽ മാതാപിതാക്കളെ പരിഗണിക്കാൻ സാധിക്കണം. ചടങ്ങിൽ പ്രശസ്ത ഗായകൻ പട്ടുറുമാൽ റിയാലിറ്റി ഫെയിം ഫിറോസ് ബാബു പങ്കെടുത്തു. ഉമരിയ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ അക്കാദമിക് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ സത്താർ അധ്യക്ഷത വഹിച്ചു. Look inside, look outside, and then need to decide the right decision. നമ്മൾ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തുമായി ചേർന്നുകൊണ്ട് കേരള സർക്കാരിൻ്റെ ഏറ്റവും മഹത്തായ മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തിരുന്നു. സ്കൂൾ ലെവലിൽ രക്ഷിതാക്കളെ കുറേ ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. മാലിന്യം, അവനവൻ്റെ മാലിന്യം, എൻ്റെ മാലിന്യം, എൻ്റെ ഉത്തരവാദിത്വം, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിർബന്ധമായും ഒരു വികസിത രാജ്യത്ത് 1,200 മുതൽ 2 കിലോ വരെയാണ് ഒരാളുടെ വേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ 70% അവർ തന്നെ സംസ്കരിക്കും. നമ്മുടെ നാട്ടിൽ 600 മുതൽ 800 ഗ്രാം വരെയാണ് ഒരാളുടെ വേസ്റ്റ് ഉണ്ടാവുക. പക്ഷേ അതിൻ്റെ 5% മാത്രമാണ് അവനവൻ്റെ ഉത്തരവാദിത്തത്തിൽ സംസ്കരിക്കുന്നത്. തീർച്ചയായും കുട്ടികൾ ഈ ജൈവം, അജൈവം, റീസൈക്കിൾ, ഈ 3 കൾച്ചറും കുഞ്ഞുങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ പഠിക്കേണ്ടതുണ്ട്. നിർബന്ധമായും കുട്ടികളത് പാലിക്കണമെങ്കിൽ അധ്യാപകരും രക്ഷിതാക്കളും കൃത്യമായി ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഏതായാലും പ്രിൻസിപ്പൽ അനിത ബാബു സ്വാഗതം പറഞ്ഞു. തുടർന്ന് പാഠ്യേതര മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ സെക്രട്ടറി ഷാജി MS, വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുജന ബാബു, PK അബ്ദുൽ ഖാദർ ഹാജി, ബേബി, VV ഇസ്മായിൽ, ഹാജി KK, അബ്ദുൾ മജീദ് എന്നിവർ ആശംസകൾ അറിയിച്ചു. ആനുവൽ ഡേ കൺവീനർ ഷിജി TSന്റെ നന്ദി പ്രകാശനത്തോടെ ഔപചാരികമായ ചടങ്ങുകൾക്ക് സമാപനം കുറിച്ചു. തുടർന്ന് കുട്ടികളുടെ വർണ്ണാഭവും വൈവിധ്യവുമാർന്ന കലാപരിപാടികൾ അരങ്ങേറി. എന്നെ നിങ്ങൾ കാണുന്നത് പലപ്പോഴും ഒരു കലാകാരനായി, ഒരു പാട്ടുകാരനായി. ഞാൻ ഈ ഭാഗത്തൊക്കെ കുട്ടിക്കാലം മുതൽ ഒരുപാട് പാടിയ ഒരാളാണ്. ആദ്യം ഞാൻ പറയുന്നത് എന്നെ ഒരു അതിഥിയായിട്ട് നിങ്ങൾ കാണല്ലേ, നിങ്ങളിൽ ഒരാളായിട്ട് കാണുമ്പോഴാണ് എനിക്ക് നിങ്ങളോട് 2 വാക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയുക. ഒരപേക്ഷയുണ്ട്, ഞങ്ങൾ വേദിയിലും നിങ്ങൾ സദസ്സിലും ഇരിക്കുന്ന പോലെ ഇരിക്കരുത് പ്ലീസ്. ഒന്ന് ചിരിച്ച മുഖത്തോടെ അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് അതിൻ്റെ ഒരു സുഖം വരിക. ഞങ്ങളിങ്ങനെ കേട്ടിരിക്കുകയാണ്, കൈയും കെട്ടി നിങ്ങൾ പറഞ്ഞോളൂ എന്നൊരു നിലപാട് ഒന്ന് ഒഴിവാക്കുക. അപ്പോൾ ചിലപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടാവുക, ചെറിയൊരു കുറച്ച് വാക്കുകളൊക്കെ പറയും, അതിനുശേഷം ഒരു പാട്ടോ 2 പാട്ടോ ഒക്കെ മൂപ്പരെ കൊണ്ട് പാടിക്കല്ലോ എന്ന് നമ്മൾ പറയുമല്ലോ. അങ്ങനെ ഒരു രീതിയിൽ കൂടി ആയിരിക്കും. ഒരു കലാകാരൻ വരുമ്പോൾ, ഒരു പാട്ടുകാരൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ പാട്ട് പാടാതെ പോകാതിരിക്കാൻ കഴിയില്ല. അതെനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ ഇത്രയും വലിയൊരു അക്കാഡമി നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നതിൽ.